ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ നല്ലൊരു മൗത്ത് വാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പേരയിലയാണ്. എല്ലാവരുടെയും വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് പേര. അപ്പം നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് പേര നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പേരയില തന്നെയാണ്. പേരയിലയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ തീരില്ല. നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് മുഖക്കുരു ഉള്ളവർക്ക് അതുപോലെ തന്നെ താരനുള്ളവർക്കൊക്കെ തലയിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ മൗത്ത് വാഷായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് നമുക്ക് മോണരോഗങ്ങൾ അകറ്റാനായിട്ട് നല്ല രീതിയിൽ തന്നെ സാധിക്കും. പല്ലുവേദന ഉള്ളവർക്കും ഒക്കെ നമ്മൾ ഈ മൗത്ത് വാഷ് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ അവർക്കൊരു മൗത്ത് വാഷായിട്ട് ഉപയോഗിക്കാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. കാരണം യാതൊരു ചിലവുമില്ല, യാതൊരു കെമിക്കലും ഇല്ല എന്ന് നമുക്ക് നന്നായിട്ട് ഉറപ്പുള്ളൊരു കാര്യമാണ് അല്ലേ. മൗത്ത് വാഷ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ലഭ്യമാകുന്ന പേരയിലയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 4 പേരയിലയും 1.5 ഗ്ലാസ് വെള്ളവുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ഇതിൻ്റെ ഇലയിലുള്ള സത്തെല്ലാം നമ്മുടെ വെള്ളത്തിലേക്ക് വരുന്നതിനായിട്ട് കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. നമ്മുടെ ഈ പേരയില നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഗുവാവ ലീവ്സ് അല്ലെങ്കിൽ പെരയില കൊണ്ടിട്ട് ക്യാപ്സ്യൂളും കാര്യങ്ങളും സപ്ലിമെൻറ്റ്സും ഒക്കെ ഇന്ന് മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പേരയിലയെ നമുക്ക് ഒരു ഹെർബൽ മെഡിസിൻ എന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന ഒന്നാണ്. പേരയിലയിൽ ധാരാളമായിട്ട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ഹെയറിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഉപ്പ് പൊടി ആയാലും കുഴപ്പമില്ല. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് മൗത്ത് വാഷിന് പകരമായിട്ട് ഗാർഗിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. വായിൽ കുറച്ച് സമയം പിടിച്ചതിന് ശേഷം വേണം തുപ്പിക്കളയാനായിട്ട്. ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. വിപണിയിൽ ലഭിക്കുന്ന ഏത് മൗത്ത് വാഷിനേക്കാളും ഗുണമേന്മയുള്ളതായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മൗത്ത് വാഷാണ്. ദന്തരോഗങ്ങൾ അകറ്റാൻ മാത്രമല്ല മോണരോഗങ്ങൾക്കും ഇത് വിശേഷപ്പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെ പല്ലുവേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം പല്ല് തേക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വായ ശുദ്ധിയാവാനായിട്ട് ചുക്ക് പൊടിച്ചത് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് നല്ലതാണ്. ചുക്ക് പൊടിച്ചതും ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടും പല്ല് തേക്കാവുന്നതാണ്. വായ്നാറ്റം അകറ്റാനും നമുക്ക് നല്ലൊരു ഹോം റെമഡി ആയിട്ട് നമുക്ക് ഈ ഒരു മൗത്ത് വാഷ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വായ്നാറ്റം അകറ്റാനും അതുപോലെ വായ്ക്ക് നല്ല ഫ്രഷ്നെസ് കിട്ടാനും നമുക്കിത് ഉപയോഗിക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം, രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നിങ്ങൾ എപ്പോൾ ഉപയോഗിച്ചാലും ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിലായിരിക്കും ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. അപ്പോൾ ഈ മൗത്ത് വാഷിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടിപ്പുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.